ഇടുക്കി പനംകുട്ടിക്ക് സമീപം KSRTCയുടെ ഉല്ലാസയാത്രാ ബസ് നിയന്ത്രണം വിട്ട് അപകടം. 16 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് ഇടുക്കിയിലേക്ക് ഉല്ലാസയാത്രയ്ക്കെത്തിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ലാൽ കൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, എപ്പോഴായിരുന്നു അപകടം? ഈ 3 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? 36 പേരും 2 കുട്ടികളും അടങ്ങുന്ന സംഘമാണ് പയ്യന്നൂരിൽ നിന്ന് ഗവിയിലേക്കും ഗവിയിൽ നിന്ന് ഇടുക്കി രാമക്കൽമേടിലേക്കുമുള്ള ഉല്ലാസയാത്രയിൽ പങ്കെടുത്തത്. രാമക്കൽമേടിലെ ഉല്ലാസയാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്കാണ് പനംകുട്ടിക്ക് സമീപം ഈ അപകടമുണ്ടായത്. പനംകുട്ടി എന്ന് പറയുന്നത് ഇടുക്കിയിൽ നിന്ന് കോതമംഗലം വഴി പോകുന്ന പാതയാണ്. ഇതിൽ പനംകുട്ടിക്ക് സമീപത്ത് വെച്ച് വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ട ഉടനെ തന്നെ അടുത്തുള്ളൊരു തിട്ടിൽ വണ്ടി ഇടിച്ചു നിർത്തുകയാണ് ഡ്രൈവർ ചെയ്തത്. ഈ സമയത്താണ് ബസ് യാത്രക്കാരായിട്ടുള്ളവർക്ക് പരിക്കേറ്റത്. ഒരുപക്ഷെ ഈ തിട്ടിൽ ഇടിച്ചു നിർത്താൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ താഴെയുള്ള കൊക്കയിലേക്ക് ആളുകൾ പതിച്ചേനെ എന്നുള്ളതാണ് ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ അവിടെ നിന്ന് പറയാൻ കഴിഞ്ഞത്. ഏതായാലും പരിക്കേറ്റിരിക്കുന്നത് 16 പേർക്കാണ്. 16 പേരിൽ 10 പേരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും 6 പേരെ അടിമാലിയിലുള്ള മോർണിംഗ് സ്റ്റാർ എന്ന ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. തലയ്ക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള കുറെ കൂടി സംവിധാനങ്ങളുള്ള ആശുപത്രിയിലേക്ക്, കഴിയുമെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കോതമംഗലത്തുള്ള മറ്റേതെങ്കിലും ആശുപത്രിയിലേക്കോ മാറ്റും എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8:30 കൂടിയാണ് അപകടമുണ്ടായത്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അടിമാലിയിലേക്കും സാമാന്യം നല്ല ദൂരമുണ്ട്. അതായത് അടിമാലിയിൽ നിന്ന് കുമളിയിലേക്കുള്ള ഒരു പാതയാണ്. ആ പാതയിലൂടെയാണ് ഇവരെ കൊണ്ടുവരേണ്ടത്. വളവും തിരിവുമുള്ളത് ആയതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും അല്പ സമയമെടുത്താണ് ഇവരവിടെ എത്തിച്ചത്. എന്താണെങ്കിലും പ്രാഥമിക ചികിത്സ നൽകി ബാക്കിയുള്ളവരുടെ നില ഭദ്രമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ ചികിത്സ നൽകിയും വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് നീക്കാനാണ് നിലവിൽ സംവിധാനം ഒരുക്കുന്നത്. മറ്റുള്ളവരെ പരിക്ക്, സാരമല്ലാത്തവരുടെ പരിക്ക് മാറ്റി പരിഹരിച്ച് ഉടൻ തന്നെ അടുത്ത വാഹനത്തിൽ ഇവരെ സ്വദേശത്തേക്ക് എത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നതായാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന വിവരം. ശരി, ലാൽകൃഷ്ണ തൊടുപുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്. പയ്യന്നൂരിൽ നിന്നും ഇടുക്കിയിലേക്ക് ഉല്ലാസയാത്രയ്ക്ക് എത്തിയ ബസ്സാണ്, KSRTCയുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേരുടെ നില പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.